ഹലോ ഗൈസ്, നമ്മൾ സിറ്റി ബ്ലോക്കിന് അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒറ്റയ്ക്കാണ് കളിക്കാൻ അറിയില്ല. ഇന്നും നമ്മൾ ഒരു സ്റ്റോറി മോഡായിട്ടാണ് വരുന്നത്. സ്റ്റോറി മോഡ് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഗുഡ്, നമ്മൾ ഇതുവരെ ഇടാത്തൊരു കണ്ടൻറ്റാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ട ഫാമിലി മെമ്പറിനെ കമൻറ്റ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോട്ടെ. ഞാൻ പോണ വഴിക്ക് ഞാനൊരു ഷോറൂം ഉണ്ടായിരുന്നു, പുതിയ വന്ന ഷോറൂം, കാർ ഷോറൂം. നമുക്കെല്ലാം അവിടെ പോയിട്ട് നമുക്കൊരു കാറ് വാങ്ങിയാലോ. പക്ഷെ വാങ്ങാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നല്ലാണ്ട് അടിച്ചു മാറ്റാം. നമ്മൾ അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമ്മളാരും പിടിക്കില്ല. കാരണം രാത്രി ഇറങ്ങാം. നമ്മൾ സൈക്കിൾ ഓടിച്ചോട്ടെ. ഈ പണ്ടാരാണെങ്കിൽ റോട്ടിലിറക്കാനും പാടില്ല. സീബ്ര ക്രോസിൽ കൂടി മാത്രമേ റോഡായിട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, അതേ കാണുന്ന വണ്ടി കണ്ടെടുക്കാം. രാത്രി ആയിട്ടുണ്ട്, നമുക്ക് വണ്ടി എടുക്കാം. നല്ല സ്പീഡിൽ പോവാം, അല്ലെ ആരും കാണും. ആരെങ്കിലും കാണും. രാത്രി ആയിട്ടുണ്ട്, നിർത്താം. ഒന്ന് നിർത്തണ്ട, നമുക്ക് ഫസ്റ്റ് നിർത്തണ്ട. അവിടെ ആളുണ്ടോ എന്നൊക്കെ നോക്കാം. ചുറ്റൊന്നും ആളെ കണ്ടില്ല, നമുക്ക് പോയി നിർത്താം. വേഗം പോവേ. നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. വേഗം നിർത്തൂടി. ഈ വണ്ടി നിർത്താൻ കുറച്ച് പണിയാണ്. വണ്ടി നിൽക്കണം കൂടി ഇല്ല. അതൊന്ന് നല്ല പോയിട്ട് ആ ചേച്ചിനും ചോദിച്ചു നോക്കാം, ഇവിടുത്തെ മുതലാളി ആരാ. ചേച്ചിയേ, ഇവിടുത്തെ മുതലാളി ആരാ? അവരുടെ സ്വിമ്മിംഗ് പൂൾ ഓഫീസിലുണ്ട് മോനെ. ഓക്കെ ചേച്ചിയേ. അപ്പം നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഓഫീസിൽ പോവാം, വിളിച്ചേക്കാം. ആരോടാ നീ? സാറേ, എനിക്കൊരു വണ്ടി വേണം. നീ കുറച്ചേരം ഫുട്ബോൾ കളിക്ക്, എന്നിട്ട് പോയിക്കോ. അതിനിത് ഫുട്ബോൾ അല്ലല്ലോ. അതിനെന്താടാ, നീ കളിച്ചിട്ടോടാ. സാറേ അതല്ല, എനിക്കൊരു വണ്ടി വേണം. അതിന് നീ പോയി എന്നാ ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തു. താങ്ക്സ് ചേട്ടാ. നമുക്കെന്നാലും നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ മുന്തിയ വണ്ടി തന്നെ എടുത്ത് കൊണ്ടുപോകാം. ഇടിച്ച് ഇതൊന്നും വലിയ സീനല്ല കേട്ടാ. നല്ല ബിൽഡ് ക്വാളിറ്റികളാണ്, കാർബൺ ഫൈബറാണ്. സ്പീഡ് പോവാം. വീട് എവിടെയായിരുന്നു? വീട് എനിക്കറിയാം. നേരെ പോവാം. നമ്മളെ ടാക്സി ഗാരേജിൻ്റെ അടുത്താ. മാറാ പോരായിരുന്നു, ഇല്ലാണോ മാറിക്ക്. അവിടെ വീട് കഴിഞ്ഞു പോയി. നമുക്ക് എന്നാലും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. അവർക്ക് സംശയമൊന്നും ഇല്ലാലോ അല്ലേ? സംശയമൊന്നും ഇല്ലാന്ന് തോന്നാൻ. അപ്പോൾ എന്നാലും നമ്മളെ വീട്ടിൽ പോവാം. നമ്മൾ ഇൻട്രോ എടുത്ത വീട് അല്ല കേട്ടോ. ഇൻട്രോ എടുത്ത വീട് എൻ്റെ സ്വന്തം വീടല്ല, അതെൻ്റെ എല്ലാവരും ഉള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള വീടാണ്. വീണ്ടും തട്ടിയൊന്നും വലിയ സീനില്ല. വണ്ടി നിർത്തടാ, വലിയ കാര്യം. ഈ വണ്ടി നിർത്താനാ പാടി. നമുക്കെന്നാലും നേരെ പോവാം. ഇനി രാത്രിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പണി. എന്നാലും നടന്നു പോകാൻ കഴിയില്ല. അപ്പം എവിടുന്നെങ്കിലും വണ്ടി ബുക്ക് ചെയ്യണ്ടേ, അല്ല വണ്ടി അടിച്ചു മാറ്റേണ്ടി വരും, വേറെ വണ്ടി. അപ്പം നിങ്ങൾ പറയും ആ വണ്ടി അടിച്ചു മാറ്റി കിട്ടിക്കൊണ്ടിട്ടാൽ പോരെ. പക്ഷെ അതൊക്കെ പഴയ വണ്ടിയായിരിക്കും. നമുക്ക് പുതിയ വണ്ടി തന്നെ വേണം. എന്താണ് അടിച്ചു മാറ്റാനൊക്കെ പറ്റി പറയണേ? അത് ചേച്ചി അതല്ല, ഞാൻ ഈ ഗെയിമിനെ കാര്യം പറഞ്ഞു. അങ്ങനെ റിയൽ ലൈഫിൽ ഏതാനും എല്ലാ മക്കളും ഫോണിൽ കളിക്കും. റൂട്ടിൽ പോണ ചേച്ചിയൊക്കെ എന്നെ അടിച്ചു മാറ്റിയ എന്തോ സംശയം തോന്നുന്നുണ്ട്. എന്താണ് അടിച്ചു മാറ്റുള്ള കാര്യമൊക്കെ പറയണേ? ഗെയിമിലാ ചേട്ടാ, ഗെയിമിലാ. ഓക്കെ, അപ്പോൾ ആ ചേട്ടനെ നമ്മൾ നല്ല വെട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ആ വണ്ടി എടുക്കാമല്ലേ. വീട്ടിൽ ഒരു ചെറുതുണ്ട്. മോനെ ഹായ്. നമ്മൾ വണ്ടി എടുത്ത് പോയിട്ടുണ്ട് കേട്ടാ. പാവപ്പെട്ടവന് വണ്ടി കിട്ടിയില്ല. ലാഗ് ഉണ്ടല്ലോ, അറിയില്ല, പ്രശ്നമില്ല. ചെറിയൊരു പിടുത്തുണ്ട് ലാഗിൻ്റെ. ഞാൻ എന്തായാലും കറങ്ങി തിരിഞ്ഞ് പോവാണ്. സ്പീഡ് പോട്ടെ, എന്ത് പണിയാണ് ഇവിടുന്ന് അവിടെ എത്തണമെങ്കിൽ. നമ്മൾ വേഗം പോയിട്ട് അവിടെ എത്തണം. ഇതെങ്ങോട്ടാണ് വഴി മാറി. നമുക്ക് വേറൊരു ഓഫീസറിൻ്റെ ഒരു ഇതെടുത്ത് പോവാം, രൂപ എടുത്ത് പോവാം.
നമ്മളെ ഡ്രസ്സ് കണ്ടാൽ വലിയ തോന്നുന്നില്ല, കാരണം ഇവിടുത്തെ മെയിൻ ഫേമസ് ഡ്രസ്സാണ്. ഇവിടെ എല്ലാവരെയും മേലും ഉണ്ടാവും. ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നല്ല ഹാക്ട് ചെയ്യാം, വേറെ ആളടിച്ചു പറ്റിയൊന്നും കേട്ടിന്. ഓക്കെ, ഈ വണ്ടി ഒന്നും നിൽക്കാത്ത പണ്ടാലോ. എന്തേ ഒരു കാര്യം വന്ന് ഈ വണ്ടി നിൽക്കുകയും ചെയ്യില്ല. നിൽക്കന്നെ വണ്ടി. എല്ലാം മോനെ ഇവിടുന്ന് ആരും വണ്ടി അടിച്ചു മാറ്റി പോയി എന്നെല്ലാം കേട്ടു. ആ സോറി, ഞങ്ങളെ വണ്ടി ഏതോ ചിമ്മാൻസി ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ എടുത്ത് പൊരക്കൊണ്ടുപോയി. ഞങ്ങളെ വണ്ടി വാങ്ങിത്തരോ സാറേ? ആടാ, അവനെ കുടിക്കാൻ തന്നെ വന്നേ. അതിന് മുമ്പ് എന്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. എനിക്കൊരു വണ്ടി തരൂ. ആ സാറേ, പോയി എടുത്തോ, ഏതെങ്കിലും വണ്ടി എടുത്തോ, ഇഷ്ടമുള്ള വണ്ടി എടുത്തോ, അവനെ പിടിച്ചു പോവാ. ആടോ, ഞാൻ വണ്ടി എടുത്തു പോകും. നമ്മൾ സൗണ്ട് മാറ്റി പറഞ്ഞുകൊണ്ട് അവന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. നമ്മളെ ശരിക്കും സൗണ്ടല്ല നമ്മൾ പറഞ്ഞത്, നമ്മളൊരു വലിയ സോംബീനെ സൗണ്ട് എടുത്ത് പറഞ്ഞ്. അവന്മാർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അത് നല്ല മനസ്സിലാക്കാണ്ടിരിക്കണം നല്ല. ഓ തട്ടല്ലേ, ഈ വണ്ടി തട്ടുമ്പോഴാണ് പ്രശ്നം. തട്ടിയില്ല, പക്ഷെ ജസ്റ്റ് മിസ്സായിരുന്നു. ഇനി അടുത്ത് നമുക്ക് ആ വണ്ടി എടുക്കണം, ആ ലാഡറുള്ള പുതിയ വണ്ടി. ആ വണ്ടി സീന് വണ്ടിയാണ്, അതാണ് വേണ്ടി. നമ്മളെ വീടെത്തിയിട്ടുണ്ട്. തന്നെ വെച്ച് ഉള്ളിൽ പോട്ടെ. നമ്മൾ ഉള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട് വണ്ടി. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇടാം. അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കൂ, ഇത് എവിടുന്നാണ് വണ്ടി എന്നൊക്കെ ചോദിക്കുക ചിലപ്പോൾ. തിരിച്ചു പോവാം. ഇനി കുറേ നേരം അങ്ങോട്ട് നടക്കണം, അതാണ് പണി. ഇപ്പം നമുക്ക് രാത്രിയായിട്ട് കാണാം. 2000 years later. രാത്രി ആയിട്ടുണ്ട്. നമ്മൾ നല്ല ഒളിച്ചേക്കാണ്. ഓഹോ, ആ പോലീസുകാർ എന്തായാലും നമ്മൾ വണ്ടി അയാൾ എടുത്തരും. ആരാണത്? ആരും അങ്ങോട്ട് പോണേ? ഞാൻ കണ്ടോടാ. നമ്മൾ നല്ല വണ്ടി അടിച്ച് പോണ്. നിക്കോ. അവന്മാരെ വണ്ടി എല്ലാം അടിച്ച് പറ്റിയിട്ടുണ്ട്. അവന്മാർക്ക് ഒരു ലാഭവും കിട്ടിയില്ല. അവന്മാർ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്താലും വലിയ സീനൊന്നുമില്ല. കാരണം പോലീസുകാർക്ക് എല്ലാ വീടും കാണാൻ ഒരേപോലെയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. നമ്മളെങ്ങനെ പോകുന്നു, എടുക്കുന്നു, വണ്ടി കൊണ്ടുവരുന്നു, അതാണ് നമ്മളെ ജോലി. വഴി തെറ്റിയ ഫാമെത്തി. എനിക്ക് തന്നെ എൻ്റെ വീടിൻ്റെ വഴി അറിയില്ല. സൈഡ് തന്നെ. അവിടെ ആരാടാ മരിച്ചെടുക്കണത്? അത് വല്ലവരും വെള്ളം അടിച്ച് പോയി കിടക്കണമായിരിക്കും. ഈ വണ്ടി കൊണ്ട് അവിടെ കൊണ്ടുപോയിടാൻ നമുക്ക്. ഈ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് പണിയാണ്. പാർക്ക് ചെയ്യട്ടെ. ഓ, ഇറങ്ങാനും പറ്റില്ല, ഡോർ തുറക്കാൻ പറ്റില്ല. വണ്ടി കുറച്ച് മാറ്റിയിടാം. മറ്റേ വണ്ടി ഇട്ടതിന് രണ്ടും കൂടി ഒരുമിച്ചായിട്ടാണ്. ഓക്കെ, ഇറങ്ങാൻ പറ്റും. ഇറങ്ങി കുറച്ച് അടക്കി വെക്കട്ടെ ഈ വണ്ടി. ഓ, ഇതിനുള്ളിൽ പെട്ടാ. ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാം. നമ്മൾക്ക് എന്തായാലും സുഖമായി. നമുക്ക് എല്ലാ വണ്ടിയും കിട്ടിയേട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.